ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് ചിലപ്പോഴൊക്കെ പുഴമീൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നും. അപ്പോൾ കൂട്ടുകാരെയും കൂട്ടി പുഴമീൻ പിടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കിട്ടിയ കുറച്ച് പുഴമീനുകളാണിത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബെനിഫിറ്റായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ എല്ലാ പ്രായക്കാർക്കും പുഴമീൻ കഴിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികളടക്കം മുതിർന്നവരായാലും സ്ത്രീകൾക്ക് വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ നല്ലൊരു പ്രതിവിധി ഉണ്ടാകുന്ന കാര്യമാണ് പുഴമീൻ കിട്ടുന്നത്. എൻ്റെ 2 കുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ഫ്രൈ ചെയ്തിട്ടെങ്കിലും കഴിപ്പിക്കാൻ നോക്കും. കുറച്ചൊക്കെ കഴിക്കും, അത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇത് കഴിപ്പിച്ചാൽ നല്ല കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. പുഴമീൻ കഴിക്കുമ്പോൾ കിട്ടുന്ന നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, സ്തനാർബുദത്തെ തടയാൻ നല്ലതാണ്, രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്, ചർമ്മരോഗങ്ങൾക്കും നല്ലതാണ്. ധാരാളം പുഴമീൻ കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗികളുടെ എണ്ണം കുറക്കാൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇത് നല്ലതാണ്. പുഴമീൻ കഴിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് പുഴമീനുകൾ. പുഴുമീനുകൾക്ക് മാത്രമല്ല, കായൽ മീനുകൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. പനി, ജലദോഷം, മറ്റ് സാംക്രമിക രോഗങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് പുഴമീനുകൾ. ചർമ്മത്തിലുണ്ടാകുന്ന അലർജിയാണ് മറ്റൊന്ന്. ഇതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു പുഴമീനുകൾ. എക്സിമ, സോറിയാസിസ് എന്നീ അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊണ്ട് സമ്പുഷ്ടമാണ് പുഴമീനുകൾ. കടൽ മീനുകളേക്കാൾ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് പുഴമീനുകൾക്കുണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ പുഴമീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്തനാർബുദം എന്ന വില്ലനെ ഇല്ലാതാക്കുന്നത് സഹായിക്കുന്നു. സ്ത്രീകളിൽ മരണനിരക്ക് കൂട്ടുന്ന ഒന്നാണ് സ്തനാർബുദം. ഇതിന് പരിഹാരം കാണുന്നത് മികച്ചു നിൽക്കുന്ന ഒന്നാണ് പുഴമീനുകൾ. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പുഴമീൻ സഹായിക്കുന്നു. ആസ്മയുള്ള കുട്ടികളുടെ ഡയറ്റിൽ സ്ഥിരമായി പുഴമീൻ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകൾക്ക് പുഴമീൻ അത്യുത്തമമാണ്. അവരുടെ കാഴ്ച പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല, എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പുഴമീനുകൾക്ക് കഴിയുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിനും പുഴമീൻ മുന്നിൽ തന്നെയാണ്. ഭക്ഷണത്തിൽ പുഴമീനുകൾ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും ആരോഗ്യവും ആയുസ്സും നൽകുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പുഴമീനുകൾ. സന്ധിവാതം ഇല്ലാതാക്കാൻ പുഴമീൻ കഴിക്കുന്നത് നല്ലതാണ്. അത് സന്ധിവാതത്തെ മാത്രമല്ല, അത് സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നു. പുഴമീൻ കഴിച്ചാലുണ്ടെന്ന നല്ല ആരോഗ്യ ഗുണത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ കടൽ മീനുകളെ മാത്രം കഴിച്ചാൽ പോരാ. കുറച്ചൊക്കെ കായൽ മീനുകളും പുഴമീനുകളൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. അതിൽ കുറേ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പുഴമീൻ കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ടല്ലോ. ഈ പുഴമീനുകൾക്കൊക്കെ ഓരോരോ പേരുണ്ട് കേട്ടോ. കല്ലുമ്മപ്പറ്റി, മുഴു, നുള്ളിക്കൊട്ടി, ആരൽ, കടുങ്ങാലി, മെലിഞ്ഞീൻ, വരാൽ, കരിമീൻ, പരൽമീൻ, വാള, കടുങ്ങാലിപ്പരല്, ചിങ്ക് തുടങ്ങിയ കുറേ പേരുകളിൽ പുഴമീൻ കിട്ടുന്നുണ്ട്. ഓരോ മീനിനും ഓരോരോ വ്യത്യസ്ത തരം ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നത് കടുങ്ങാലിപ്പരലാണ്. ഇത് കുറച്ച് മെനക്കേടാണ് കേട്ടോ. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തൂളിയൊക്കെ പോക്കി അതിനെ എല്ലാം വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടുണ്ട്. എന്നാലിത് നല്ല ടേസ്റ്റുള്ള മീനാണ്. കുറച്ച് പാടുണ്ടെങ്കിലും വൃത്തിയാക്കി എടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വറ്റിച്ചിട്ടെടുക്കും, മുളകിട്ട് എന്ന് പറയില്ലേ, അതുപോലെ ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ അത്ര സ്മെല്ല് പിടിക്കില്ല. കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് കുട്ടികൾ കഴിക്കാറ്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇഷ്ടംപോലെ ഈ മഴക്കാലത്ത് ഇഷ്ടംപോലെ പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തിട്ടും വരട്ടി മെഴുക്കുവരട്ടിയാക്കി അങ്ങനെ ചെയ്തിട്ടൊക്കെ ചെയ്ത വീഡിയോസ് ഇതിലിട്ടിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ ചാകരയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. ഒരുപാട് കിട്ടും. വലയിട്ട് കഴിഞ്ഞാൽ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അത് കുറേ സുഹൃത്തുക്കൾക്ക് കൊടുക്കും.
ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിടിച്ചിട്ട് കൊണ്ട് ഒരു 3:30 അങ്ങനെ പോയി കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിയൊക്കെ ആവും വരാൻ. ആ സമയത്ത് പിന്നെ കുക്കിങ്ങിന് നിൽക്കില്ലല്ലോ, പിന്നെ ഫ്രിഡ്ജിൽ വെക്കും, രാവിലെ ഇതിൻ്റെ പണി നോക്കും. അങ്ങനെ ഇത് ചെയ്യാറ്. അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കില്ല, കൂടിപ്പോയി 2 ദിവസം, അതിനപ്പുറം വെക്കില്ല. വേണ്ട ആൾക്കാർക്ക് കൊടുത്ത് തീർക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഒരു പാടെന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലുണ്ടാവും നെയ്യ്, പക്ഷെ നെയ്യ് ഉണ്ടാവും കയ്യിൽ. അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടുണ്ട്, വേഗമൊന്നും പോകില്ല. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പിന്നെ വേറൊരു തരം മീനുണ്ട്, നമ്മളെ വെണ്ണീറിലിട്ട് തോല് ഉരിഞ്ഞിട്ട് വെട്ടിയെടുക്കുന്ന സംഭവം. അത് നല്ല ടേസ്റ്റാണ്. ഇത് പേരെനിക്ക് ശരിക്കും ഓർമ്മ വരില്ല. അത് നല്ല ടേസ്റ്റുള്ള കാര്യം. ബാക്കി പിന്നെ കത്രിക കൊണ്ട് തൂളി പോക്കാൻ കുറച്ച് പാടുണ്ട്. മുള്ള് ഭയങ്കര ഡേഞ്ചറസ് മുള്ളുണ്ട് ചിലതിന്. അത് തൊട്ട് കഴിഞ്ഞാൽ പഴുപ്പ് മാറില്ലെന്നൊക്കെ പറയും. കുറച്ചുകൂടി നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കൂടി വെട്ടേണ്ട ഒരു കാര്യം കൂടിയാണ് പുഴമീനുകൾ. ഒടുവിൽ ഞാനിത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഗ്യാസിൽ വെക്കുമ്പോൾ അത്ര പോരാ. നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് മൺചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിങ്ങനെയാണ് കേട്ടോ മീൻ വരട്ടിയെടുക്കുന്നത്. വൃത്തിയാക്കി കഴിഞ്ഞ് മീനിലേക്ക് അല്പം ആവശ്യത്തിന് ഉപ്പിട്ട്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ പൊതിരാൻ വെച്ച പുളി ഒഴിച്ച്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാര്യങ്ങളൊക്കെ ഇട്ട്, കറിവേപ്പില ഇട്ട് അങ്ങനെ തന്നെ